കണ്ണൂർ മാടായിയിൽ MK രാഘവൻ MPയെ വഴിയിൽ തടഞ്ഞതിൽ നടപടിയെടുത്ത നേതൃത്വത്തെ വെല്ലുവിളിച്ച് പരസ്യ പ്രതിഷേധം. 4 പ്രാദേശിക നേതാക്കളെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിനെതിരെയാണ് പരസ്യ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് കുഞ്ഞിമംഗലത്താണ് പ്രതിഷേധം. അർജുൻ കല്യാൺ, ഗുഡ് മോർണിംഗ്. നടപടിയെടുത്താൽ പ്രതിഷേധം തുടരും, അത് കടുപ്പിക്കും എന്നാണോ അവർ പറയുന്നത്? സുജിയ, അത് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇപ്പോഴത്തെ തീരുമാനം. ഇന്നലെയായിരുന്നു കണ്ണൂർ മാടായി കോളേജിൽ MK രാഘവൻ MPയെ വഴിയിൽ തടഞ്ഞുകൊണ്ട് ഒരു വലിയ പ്രതിഷേധത്തിന്, അത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ തന്നെ ഇത്തരം ഈ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തു എന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. പയ്യന്നൂർ കല്യാശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരും യൂത്ത് കോൺഗ്രസിന്റെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരുമാണ് ഇന്നലെ ഈ MK രാഘവൻ MPയെ മാടായി കോളേജിൽ വെച്ച് വഴിയിൽ തടയുകയും ഈ പ്രതിഷേധമൊക്കെ നടത്തുകയും ചെയ്തത്. അതിലായിരുന്നു വൈകുന്നേരത്തോടുകൂടി DCCയുടെ ഒരു പത്രക്കുറിപ്പ് ഇറങ്ങുകയും അതിലൂടെ ഈ 4 പ്രവർത്തകരെയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുന്നതിലൂടെ തീരുമാനം ഉണ്ടാവുകയും ചെയ്തത്. ആ തീരുമാനത്തിനെതിരെ, അതായത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ ഒരു പരസ്യ പ്രതിഷേധത്തിന് ഈ കോൺഗ്രസ് പ്രവർത്തകന്മാർ തയ്യാറെടുക്കുന്നത്. വലിയ രീതിയിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് ഈ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരു ശക്തി പ്രകടനമായി, അതായത് ഈ 4 പ്രവർത്തകന്മാർ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള വിഷയം ന്യായമാണ് എന്ന് നേതൃത്വത്തെ ധരിപ്പിക്കുക എന്ന് തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യമാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ നേതൃത്വം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി സസ്പെൻഷൻ പിൻവലിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തണം. അതുവരെയും ഈ കാര്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കില്ല, അതായത് സസ്പെൻഷൻ നടപടികൾ അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ഈ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കൾ ഉൾപ്പെടെ KP ശശി, ശശിധരൻ കാപ്പാടൻ, സതീഷ് കുമാർ, വരുൺ കൃഷ്ണൻ ഇവരെയാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ 300ഓളം പ്രവർത്തകർ ഒപ്പിട്ട ഒരു പരാതി AICCക്ക് പോയിട്ടുണ്ട് എന്നും കേൾക്കുന്നു. ഇക്കാര്യത്തിൽ ഒരു AICC നേതൃത്വത്തിന്റെ ഇടപെടൽ വരെ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുക, അതുവരെ വിഷയം സജീവമാക്കി നിർത്തുക, അതാണോ ഇപ്പോൾ പ്രാദേശികമായി പദ്ധതിയിടുന്ന കാര്യം? അതായത് സുജിയ, ഈ സംഭവം, അതായത് മാടായി കോളേജിലെ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. ഇതിനു മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിനെതിരെയായിരുന്നു ഏകദേശം ഒരു 300ഓളം പേർ ഒപ്പിട്ടിട്ടുള്ള ഒരു പരാതി KPCCക്കും AICCക്കും DCCക്കും എല്ലാം അവിടെയുള്ള നേതാക്കൾ കൈമാറിയിട്ടുള്ളത്. എന്നാൽ ആ തീരുമാനത്തെ മറികടന്നുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഈ MK രാഘവൻ MPയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു CPIM അനുഭാവിയായ MK രാഘവൻ MPയുടെ ഒരു ബന്ധുവായ വ്യക്തിക്ക് കോഴ വാങ്ങി ഈ നിയമനം നൽകി എന്നുള്ളതാണ് പ്രധാനമായും ഈ കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. അങ്ങനെയായിരുന്നു അതൊരു പ്രതിഷേധത്തിലേക്ക് എത്തുകയും ചെയ്തത്. ആ തീരുമാനത്തിനെതിരെ, അതായത് ഇങ്ങനെ ഒരു CPIM അനുഭാവിയായിട്ടുള്ള വ്യക്തിക്ക് അവിടെ നിയമനം നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള അല്ലെങ്കിൽ യഥാർത്ഥ കാരണമെന്ന് പറയുന്നത്. അടിയും കുത്തും വാങ്ങാൻ കോൺഗ്രസ് പ്രവർത്തകരും നിയമനം ലഭിക്കാൻ അത് അടിയും കുത്തും നൽകുന്നവരെയും തെരഞ്ഞെടുക്കുന്ന നയത്തിനെതിരെ അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിനെതിരെയായിരുന്നു പ്രതിഷേധം. ഇന്നലെ തന്നെ ആ പുറത്തു വന്നിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളിലെല്ലാം തന്നെ അവർ MK രാഘവൻ MPയോട് കയർത്ത് സംസാരിക്കുമ്പോൾ ഉൾപ്പെടെ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. തല്ലും അതുപോലെ തന്നെ അടിയുമൊക്കെ വാങ്ങാൻ ഞങ്ങളും നിയമനം കൊടുക്കാൻ മറ്റ് പാർട്ടിയിൽപ്പെട്ടവരും ഉണ്ടാവുന്ന ആ രീതി ശരിയല്ല എന്നുള്ളതാണ് പ്രധാനമായും ആ സമയത്ത് തന്നെ കോൺഗ്രസ് നേതാക്കൾ പറയുകയും ചെയ്തത്. എന്തായാലും ശക്തമായിട്ടൊരു പ്രതിഷേധം ഉണ്ടാവുന്നുണ്ട്. ആ പ്രതിഷേധം അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ ജനക്കൂട്ടത്തെ അണിനിരത്തിക്കൊണ്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന പ്രാദേശികമായിട്ടുള്ള ഈ ശശിധരൻ കാപ്പാടൻ, KV ശശി, അതുപോലെ തന്നെ വരുൺ തുടങ്ങിയിട്ടുള്ള നേതാക്കളോടൊപ്പമാണ് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട നേതാക്കളോടൊപ്പമാണ് പാർട്ടിയുടെ അണികൾ ഉള്ളത് എന്ന കാര്യം അവരെ ബോധ്യപ്പെടുത്തുക, നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുക. അങ്ങനെ ഈ സസ്പെൻഷൻ നടപടി MK രാഘവന്റെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടോ അർജുൻ? അദ്ദേഹവുമായി സംസാരിച്ചിരുന്നോ? അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയാണ് ഈ CPIM നേതാവ് അല്ലെങ്കിൽ CPIM അനുഭാവിയായ അധ്യാപകനെന്ന് കേൾക്കുന്നു. അതെ, അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടില്ല. അദ്ദേഹവുമായി ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ശ്രമമുണ്ട്. പക്ഷെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടി മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ബന്ധു തന്നെയാണ് ഇങ്ങനെ ഒരു നിയമനത്തിന്റെ ഭാഗമായി അവിടത്തേക്ക് എത്തുന്നത്. ഇവർ, അതായത് ഈ നിയമനം നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള വ്യക്തി കോൺഗ്രസിന്റെ അംഗത്വം സ്വീകരിക്കണം എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിന്റെ ആവശ്യം. പക്ഷേ അദ്ദേഹം ഒരു CPIMന്റെ അനുഭാവിയാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരാൾ
രജിസ്ട്രാറാണ്. എം കെ രാഘവൻ MP-യുടെ ബന്ധുവാണ് എന്നുള്ളൊരു പരിഗണന വെച്ചുകൊണ്ടാണ് നിയമനം നൽകുന്നത്. അല്ലാതെ ഒരു പാർട്ടി സ്ഥാപനത്തിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ കീഴിലുള്ള ഭരണസമിതി ഒരു CPM അനുഭാവിക്ക് നിയമനം നൽകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് തന്നെയാണ് ഈ പാർട്ടി നേതൃത്വത്തിന്റെ ഒരു നിലപാട്, അല്ലെങ്കിൽ ഈ പ്രാദേശികമായിട്ടുള്ള ഈ പ്രവർത്തകരുടെ നിലപാട്. അതുകൊണ്ട് ഒരു കാരണവശാലും ആ നിയമനത്തെ അംഗീകരിക്കില്ല. ആ നിയമനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ ശക്തമായ രീതിയിലുള്ള പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പ്രാദേശികമായി ഈ കോൺഗ്രസ് പാർട്ടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ കൂടുതൽ പാർട്ടി നേതൃത്വം ഉൾപ്പെടെ പ്രതിസന്ധിയിലാവും, സമ്മർദ്ദത്തിലാവും. കാരണം പ്രാദേശിക നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ജില്ലാ നേതൃത്വത്തിനോ KPCC നേതൃത്വത്തിനോ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും വലിയൊരു ആൾക്കൂട്ടത്തെ അണിനിരത്തി ആ പ്രതിഷേധം ഒരു സമ്മർദ്ദമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഒരു നീക്കം. ഓക്കെ, അർജുൻ കല്യാൺ, നമുക്ക് നിരീക്ഷിക്കാം ഇതിൽ എന്താണ് തുടർന്ന് സംഭവിക്കുക എന്ന്. എം കെ രാഘവന്റെ പ്രതികരണവും നമുക്ക് ഈ വിഷയത്തിൽ തേടാം. മാടായി കോഓപ്പറേറ്റീവ് കോളേജിലെ നിയമനത്തിൽ അഴിമതി ആരോപിച്ചാണ് എം കെ രാഘവൻ MP-യെ കോൺഗ്രസ് പ്രവർത്തകർ വഴിയിൽ തടഞ്ഞത്. എം കെ രാഘവൻ ചെയർമാനായ പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കീഴിലുള്ളതാണ് മാടായി കോളേജ്. അവിടെ അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയായ CPIM അനുഭാവിയായ അധ്യാപകന് നിയമനം നൽകാനുള്ള ഭരണസമിതിയുടെ നീക്കത്തിനെതിരെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ആ പ്രതിഷേധിച്ച 4 പേരെ സസ്പെൻഡ് ചെയ്തതിലാണ് ഇപ്പോൾ കൂടുതൽ പ്രവർത്തകരുടെ പ്രതിഷേധം കാണുന്നത്. ഇനി കുഞ്ഞിമംഗലത്ത് വലിയ പ്രതിഷേധം നടക്കാനുമിരിക്കുന്നു.